Hey guys, welcome back to Prapthvi. ഞാൻ Anushree. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ സെറ്റപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര സിമ്പിളാണ്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ DIYക്ക് ആവശ്യമായിട്ടുള്ളത് 3 PVC പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം കുറച്ച് വലുതാണ്, ബാക്കി 2 ചെറിയ സൈസിലുള്ളതാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ നമ്മുടെ PVC പൈപ്പ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് എവിടെയാണോ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം എവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ വലിയ PVC ഉണ്ടല്ലോ, അതിൻ്റെ 2 എൻഡിലായിട്ട് നമ്മൾ സർക്കിൾസ് മാർക്ക് ചെയ്യണം. അതായത് നമ്മുടെ കുഞ്ഞ് PVC ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹോൾസ് ആയിരിക്കണം അത്. അതിനുശേഷം ത്രൂ ഔട്ട് നമ്മൾ കുഞ്ഞു ഓട്ടകൾ ഡ്രിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാംബൂ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രീനും യെല്ലോ ആ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇനാമൽ പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് മൊത്തം അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ റോളർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബ്രഷോ സ്പോഞ്ചോ ഏതാ കംഫർട്ടബിൾ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൊത്തം പെയിൻറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംബൂ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണില്ലേ, അതിൽ കുറച്ച് ഡീറ്റെയിലിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ബ്രഷ് സ്ട്രോക്സ് വെച്ചിട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുക, കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ വെക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ ഈ വാളിനോട് അറ്റാച്ച് ആയിട്ട് ഒരു ടാങ്ക് പോലെ ഉണ്ട്, കണ്ടില്ലേ? പോണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ടാങ്ക് പോലെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫിഷസൊക്കെ കുറവാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കിത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷസിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസം ഉണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2 ഇവിടെ ഇങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. അതായത് ഒരു കല്ല് വെച്ചിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും 2-3 കല്ല് വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെക്കാനായിട്ട്. സോ അത് കാരണം കാണിക്കാത്തതാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പ് ഇതില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ഈ പൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ സംഭവം കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അടിയിലും കൂടിയും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ റെയിൻഫോൾ ലുക്ക്. ഇനി നമുക്കത് ഓൺ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PVCക്ക് ഒരു ബാംബൂ ലുക്ക് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ആനമുള പോലെയൊക്കെ. നിങ്ങളിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ലുക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായിട്ട് വാങ്ങണ്ട, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ വെള്ളം വീഴുന്നത് കണ്ടില്ലേ? മൊത്തം ഹോൾസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ സെൻറ്ററിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് കുറേ ഹോൾസ് കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്തിട്ട് നമ്മൾ സെൻറ്റർ മാത്രം വരുന്ന പോലെ സെറ്റ് ചെയ്തു.
കുറച്ച് ഹോൾസൊക്കെ അടച്ചിട്ടൊക്കെ നോക്കി നമുക്ക് എൻറ്റയർ ഇത് വെള്ളം വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സെൻറ്ററിൽ മാത്രമാകുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ PVC പൈപ്പ് വെറുതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ.